പഠിപ്പിക്കുക. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നാ മാനസാന്തരം? മാനസാന്തരം എന്താണ്? ചെയ്തു പോയ പാപങ്ങളെ ഓർത്തറിയണം, അനുഭവിക്കണം, പശ്ചാത്തപിക്കണം. അങ്ങനെ മാനസാന്തരപ്പെടുത്തിയണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? എന്നുള്ളത് നല്ല വാർത്ത അല്ലേ? നല്ല വാർത്ത. നല്ല വാർത്ത എന്താണ്? കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നു. അതാണ് നല്ല വാർത്ത. ആ സുവിശേഷം നമ്മൾ വിശ്വസിച്ചേ മതിയാണ്. ഇന്ന് സുവിശേഷം കേൾക്കുന്നത് പലർക്കും എന്താണ്? അലർജിയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരെ അലർജിയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കാം. ഇത് അന്ത്യകാലം. ഈ അന്ത്യകാലത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടോ അവയൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർന്നു ഇന്ന് അക്ഷരം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ച ഭാഗം അത് വായിച്ചു കടന്നു പോകാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാം അധ്യായം അതിന്റെ 3 മുതൽ താഴോട്ട് വായിക്കുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്തുവെന്നും പറഞ്ഞു തരണം. ലോകത്തിനൊരു അവസാനമുണ്ട്, ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം എന്ത് ചെയ്യണം? പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതായത് ഈ അന്ത്യകാലത്തില് സത്യം പഠിച്ച് ഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളെ തെറ്റിപ്പാൻ തക്കവണ്ണം അനേകം എന്ത് ചെയ്യും? എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കള്ളത്തരം പഠിപ്പിക്കുന്നതായ അനേക കള്ള പ്രവാചകന്മാരെ കാണുവാൻ സാധിക്കും. ഓരോ പേര് കൊടുത്ത് എന്ത് ചെയ്യുന്നു? ഓരോ പേര് കൊടുത്തിരിക്കുകയാണ്. കള്ള പ്രവാചകൻ, കള്ളം പഠിപ്പിക്കുന്നു അല്ലെ? സത്യത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ തക്കവണ്ണം കള്ളം പഠിപ്പിക്കുന്നതായ കള്ള പ്രവാചകന്മാര് അനേക അന്ത്യകാലഘട്ടത്തിലെയും എഴുന്നേൽക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അന്ത്യകാലത്തിൽ സംഭവിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരുടെ പേരെടുത്തു വന്ന് പലരെയും എന്ത് ചെയ്യും? തെറ്റിക്കും. ഇത് പറയുന്നതാണെന്നറിയാമോ? ഒരടയാളം എന്താ? നിങ്ങൾ എന്നെ കുറിച്ച് യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ഭൂമിയിൽ വിനാശം വിതച്ചതായ അനേകം യുദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അനേകം യുദ്ധങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങളിൽ വരുവാൻ തന്നെ പോവുകയാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ടാകും എങ്കിൽ ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അന്ത്യകാലത്തില് അന്ധകാര ശത്രുവാകുന്ന പിശാച് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതായ എല്ലാ കാര്യങ്ങളും എന്ന് വർദ്ധിക്കുകയാണ് അല്ലെ? ചെയ്യാൻ ആഗ്രഹങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തില് വലിയ യുദ്ധങ്ങൾ നടക്കുവാൻ പോവുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്
എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നു പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കണം, വേദപുസ്തകങ്ങൾ ശരിയായിട്ട് ശോധന ചെയ്യുമ്പോൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വലിയ യുദ്ധം ഇതാ വരുവാൻ പോവുകയാണ്. വലിയ യുദ്ധം വരുവാൻ പോവുകയാണ്. വായിക്കാം 7-ാം അധ്യായം 1 മുതൽ താഴോട്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 7-ന്റെ 1 മുതൽ താഴോട്ട് വായിക്കേ. അതിന്റെ ശേഷം ശ്രദ്ധിച്ചിരിക്കണേ. ശരി. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താ നിൽക്കുന്നത്? 4 കാറ്റ്. 4 ദൂതന്മാര് 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് കാറ്റ്? 4 ദൂതന്മാര് 4 കാറ്റുകളെയും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് കാറ്റ്? എന്തോ? ആ യുദ്ധം. കാറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? യുദ്ധം. അതൊക്കെ പറ. എന്താ? യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. കാറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. 4 ദൂതന്മാർ 4 കാറ്റും പിടിച്ചുകൊണ്ട് അറിയുന്നു ഭൂമിയുടെ 4 കോണിൽ നിൽക്കുകയാണ്. ദൈവത്തിന്റെ യാത്ര എപ്പോൾ ലഭിക്കുന്നുവോ ആ സമയം ഓരോ ദിക്കിൽ നിന്നും വലിയ യുദ്ധങ്ങൾ സംഭവിക്കും. എന്നാൽ ഇപ്പോൾ കാണുന്ന യുദ്ധങ്ങളൊക്കെ ചെറുതെന്ന് പറയാം. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിന് വ്യക്തമായ ഒരു വ്യവസ്ഥയുണ്ട്. എപ്പോൾ സംഭവിക്കണം ഈ യുദ്ധങ്ങളൊക്കെ? ദൈവത്തിന് വ്യക്തമായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? എന്നാൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുന്നറിയാമോ? ഇത് താഴോട്ട് എന്താ പറയുന്നറിയോ? ആ മറ്റൊരു ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5-ാമതൊരു ദൂതൻ. അപ്പൊ 4 ദൂതന്മാരും ഭൂമിയുടെ 4 കോണിലും ഇങ്ങനെ എന്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്? 4 കാറ്റിനെ. ദൈവത്തിന്റെ ആജ്ഞ എപ്പോ പുറപ്പെടുന്നുവോ ആ സമയത്ത് ഭയങ്കരമായ യുദ്ധം ഉണ്ടാക്കാൻ തക്കവണ്ണം തയ്യാറായിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു ദൂതൻ, എന്താ 5-ാമത് വേറെ ദൂതൻ. 5-ാമത് ഈ വേറെ ദൂതൻ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഉറക്കപ്പെടുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ? ഇല്ല. ഞാൻ നിന്നിട്ടില്ല. ഞാൻ വളരെ ചുരുക്കമായി നിർത്തിക്കോളൂ. അപ്പൊ പറയുന്നതാണെന്ന് അറിയാമോ? മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുന്ന് കയറുന്നത് കണ്ടു. ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായിട്ട് വേറെ ദൂതൻ വീണു. എവിടെ കയറുന്നു? കിഴക്കുന്ന് കയറുന്നത് കണ്ടു. 4 ദൂതന്മാർ കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്ഥലത്ത് 5-ാമത് വേറെ ദൂതൻ വീണു. മുദ്രയുമായി കയറുന്നത് കണ്ടു. എന്താണ് ആ മുദ്ര? ദൈവത്തിന്റെ മുദ്രയുമായിട്ട് കയറിയത്. എന്താണ് ആ മുദ്ര? അത് തന്നെ. പക്ഷെ ദൈവത്തിന് വ്യക്തമായ ഒരു മുദ്രയുണ്ട്. അതെന്താണ്? പറയാ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്താണ് ദൈവത്തിന്റെ മുദ്ര? ഈ മുദ്രയുമായിട്ടാണ്
നോക്കണേ. അപ്പൊ ദൈവത്തിന്റെ അടയാളം എന്താണ്? വിശുദ്ധ ശബദം. ഇതിനെയാണ് പലരും ചെയ്യുന്നത്, തള്ളിക്കളയുന്നു അല്ലേ? ദൈവം പറയുന്നു ശബദം നിങ്ങൾ അനുസരിക്കണം, ഇത് എന്റെ മുദ്രയാണ് എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നു അനുസരിക്കുന്നതിന് പകരം ധിക്കരിക്കുകയാണ്, ദൈവത്തോട് മത്സരിക്കുകയാണ്. ഈ ശബദിനെ മാനിക്കുന്നവരെ ഈ അന്ത്യനാളില് ഈ 4 കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഭൂതന്മാര് ഭയങ്കരമായ അനർത്ഥം ഈ ഭൂമുഖത്ത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഈ മുദ്രയുള്ളതായ ദൈവത്തിന്റെ ജനത്തെ ദൈവം ചെയ്യും, എന്ത് ചെയ്യും? സംരക്ഷിക്കും. അപ്പോ കുറെ നാൾ ശബ്ദം രക്ഷിച്ചു, അതിനുശേഷം പിന്മാറിപ്പോയി വേറെ ചില കാര്യങ്ങൾ അനുസരിച്ചു. അവരെന്ത് ചെയ്യും? 4 പാടുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങള്, ഭയങ്കരമായ പ്രതിസന്ധികള് ലോകത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ മുദ്രയില്ലാത്തത് എന്ത് ചെയ്യും? വലിയ നാശമൊക്കെ വരും. ദൈവത്തിന്റെ മുദ്രയുള്ളവരെ ദൈവം ചെയ്യും, സംരക്ഷിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ മുദ്ര അനുസരിച്ച് ജീവിച്ചുകൊള്ളണം. കേട്ടല്ലോ? ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് വിശുദ്ധ ശബദമാണ്. അന്ന് ഈ മുദ്രയില്ലാത്ത ആളുകള് വളരെയധികം കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ് മരണത്തിന് വേണ്ടി കൊതിക്കുന്നതായ ഒരു സമയമാണ് അവരുടെ ജീവിതം, അല്ലെ? മരണത്തിന് വേണ്ടി അവർ കൊതിക്കും. എന്നാൽ മരണം അവരെ തെളിയും, മരണത്തിന് പോലും വേണ്ടതാകുന്നതായ ഒരു സമയം ജീവിതത്തിൽ സംജാതമാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ കാറ്റ് പറയുന്നതാണ് യുദ്ധം. ഈ യുദ്ധത്തിലൂടെ അനേകം ലക്ഷക്കണക്കിന് ആളുകളെയും നശിക്കുവാനുള്ള വരുമ്പോഴും ദൈവത്തിന്റെ മുദ്ര ഏറ്റിരിക്കുന്നതായ ദൈവത്തിന്റെ ജനത്തെ ദൈവം സംരക്ഷിക്കാമെന്ന് ഇവിടെ വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. അപ്പൊ മുദ്ര ഏറ്റവരുടെ എണ്ണവും ചെയ്തു കണ്ടു, ലോകം കാണുകയാണ്. മുദ്ര ഏറ്റവരുടെ എണ്ണവും ചെയ്തു അവിടെ കണ്ടു. എന്താ പറയുന്നറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയില് ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തരുത് എന്നത് ആത്മവർത്തത്തിന് വേണ്ടിയാണ് 5-ാമത്തെ മുദ്ര വന്നത്. അപ്പൊ മുദ്രയേറ്റവരെ സംരക്ഷിക്കും, അല്ലെ? മുദ്രയേറ്റവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, അല്ലാത്തവരെ ചെയ്യും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ മുദ്രയിൽ തന്നെ ജീവിച്ചു കൊള്ളണം. മുദ്ര ഏറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്ര ഏറ്റവർ 144,000 പേർ. ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും എത്ര പേരുണ്ട്? അതാരൊക്കെയാണ്? അയച്ചേട്ടാ ആശൂർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവ്യ ഗോത്രത്തിൽ 12,000, ഇസ്സാഖാർ ഗോത്രത്തിൽ 12,000, സെബൂലൂൻ ഗോത്രത്തിൽ 12,000, യോസേഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ 12,000. അങ്ങനെ 144,000. ഈ 144,000 ശ്രമിക്കുന്നു. ചില വക്തരും എന്താണെന്നറിയാമോ? അവരുടെ വക്തരെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതായ ചില വ്യക്തികൾ എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 3 മുതൽ 5 ഭാഗം വായിക്കുമ്പോൾ ഒരു പുതിയ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടു നടക്കും. അതെ അതെ, ഈ 144,000 പേര് സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവരാണവര്. പിന്നെന്താ? കുഞ്ഞാട് പോകുന്നവർക്കൊക്കെ അവർ ആനന്ദിയും അനുഗമിക്കും. മനുഷ്യരുടെ ഇടയിൽ നിന്നും അവരിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന ദൈവം. പിന്നെന്താ? ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമാണിത്. പിന്നെയോ ദൈവസിംഹാസനത്തിന് മുമ്പില് കളങ്കമില്ലാത്തവർ. ഇത്രയും പ്രത്യേകതകൾ കൂടി അതുകൊണ്ട് 144,000 പേർക്കും അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ പാട്ട് പാടി മനോഹരമായ പാട്ടുകൾ പാടി എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വ്യത്യാസപ്പെടുകയാണ്. ഈ 144,000 പേര് സ്വർഗത്തിലുള്ളതായ വിശുദ്ധന്മാർ, അല്ലേ? അപ്പൊ നമ്മളാരില്ലേ? നമ്മൾ ആരാ? നിങ്ങൾ ആരാ? ആരാ നിങ്ങൾ?
നിങ്ങൾക്ക് ആരാ? ഇവിടെ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് മന്ദിരായ പേര് ചെയ്തു, ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മളൊക്കെ നടക്കുന്നത് കഷ്ടമായിപ്പല്ലേ? നമ്മളൊക്കെ ആത്മീയ ഇസ്രായേലാണ്. നമ്മൾ കാണത്തില്ലേ? നമ്മൾ ആത്മീക ഇസ്രായേലാണ്. നമ്മൾ കാണത്തില്ലേ? കാണും, നമ്മൾ കാണും അല്ലേ? അതിനനുസരിച്ച് കല്യാണിക്കുന്നു. ഈ 144,000 പേര് മസ്റ്റ് ബാത്റൂം വരും. നമ്മളൊക്കെ കുറെ കാലം കഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മളില്ലേ, നമ്മളും ഉണ്ടാകും, നിശ്ചയമായിട്ട് നമ്മളുണ്ടാകും. ബാക്കി വായിച്ചേ, 9 വായിച്ചേ. ഇതിനു ശേഷം അപ്പോഴുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട് അല്ലേ? നമ്മളെല്ലാവരും ഇതിനു ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തതായ ഒരു മഹാപുരുഷൻ. അതെങ്ങനെയുള്ളതാണ്? വെള്ളം നിലയിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിലും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അല്ലേ? ആത്മീയ ഇസ്രായേലിൽ നമ്മളുണ്ട്, ദൈവത്തിന്റെ രാജ്യത്തില് ഉണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിലെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ മുദ്ര ഏൽപ്പിക്കുന്ന നമ്മളും ദൈവത്തിന്റെ രാജ്യത്തിൽ ഉണ്ട്. നിശ്ചയമായിട്ടും അല്ലേ? ബാക്കി വായിക്കേ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അർപ്പിച്ചതില് ആർത്തുകൊണ്ടിരുന്നു. ബാക്കി വായിക്കാം. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തി ബലവും ആമേൻ എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യം ബാക്കി വായിച്ചേ. നോക്കിയപ്പോ കുറച്ച് പേര് വെള്ളം നിലയിൽ ധരിച്ച് കയ്യിൽ പുൽപ്പോലെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, വെള്ളം നിലയിൽ ധരിച്ചിരിക്കുന്ന ഇവർ പിന്നെ എവിടെ നിന്ന് ഇവർ വരുന്നു? ഈ വെള്ളം നിലയിൽ ധരിച്ചിരിക്കുന്നത് ഇവരാര്? ഇവരെവിടെ നിന്നാ വരുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ യജമാനൻ അറിയുന്നല്ലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാഘട്ടത്തിൽ നിന്നും. അതാരാണ്? നാം ഓരോരുത്തരുമാണ്. മഹാകഷ്ടത്തിൽ നിന്ന് വന്നതായ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൽ കാണുന്നു. അതുകൊണ്ട് ചുരുക്കം നാളുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇനി, അല്ലേ? ഇത് അന്ത്യകാലം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇത് അന്ത്യകാലം. ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്നതായ നാം കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തു പോയ സകല തെറ്റുകളെയും പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഇരിക്കണം. അങ്ങനെയാവുന്നെങ്കിൽ ഭൂതന്മാരുടെ അകമ്പടിയോടുകൂടി കടന്നു വരുമ്പോൾ പേര് വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പേരെന്ത് ചെയ്യും? കാണും. ഇല്ല എങ്കിൽ കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ കഴിയട്ടെ, മാക്സിമം ഈ ലോകം ഓർമ്മകളിലൊക്കെ സഞ്ചരിച്ചിട്ട് സമയം കിട്ടുന്നത് എന്തെങ്കിലും അനുലഭിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ സമയമില്ല, അല്ലേ? ചുരുക്കം നാളിലാണ് ഞാൻ നിങ്ങൾ തീർന്ന ജീവിതം. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ഈ മഹാ കഷ്ടത്തിൽ നിന്നുണ്ടായ ആളുകളുടെ കൂട്ടത്തില് ഞാൻ നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് അനുഭവിക്കുക, പാപത്തെ ഓർത്ത് അനുഭവിക്കുക, പശ്ചാത്തപിക്കുക, ദൈവസന്നിധിയിലേക്ക് നീളം മടങ്ങി വരണം. കർത്താവ് കാത്തിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും നീയും മടങ്ങി വരും. പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു എന്തെങ്കിലും അവൻ മനസ്സാന്തരപ്പെടുത്തിയിരിക്കും. കടന്നു വരും. പക്ഷേ അത് വ്യർത്ഥ ആയി പോകും. മാനസാന്തരപ്പെട്ട് ദൈവ സന്നിധിയിലേക്ക് നീളം കടന്നു വരുന്നവരെ സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് 144,000 പേര് നിങ്ങളില്ല എങ്കിൽ എണ്ണിക്കൂടാത്ത മഹാപുരുഷാന്മാരാകും നമ്മളുണ്ടാകും. ഇല്ല എങ്കിൽ നാം ഈ അധ്വാനിച്ചതെല്ലാം വൃഥാവായി പോകും.
അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ പ്രിയമുള്ള ജനമേ, എല്ലാവരും ആ സന്ദർഭം അനുഭവിക്കണം. നിങ്ങൾ ഏറ്റെടുക്കുന്നതായ ഈ മുദ്രയിൽ തന്നെ ചെയ്യണം, ജീവിച്ചു കൊള്ളണം. ഇത് മാറി വേറൊരു മുദ്ര സ്വീകരിപ്പതിട വന്നാൽ പോയി ദൈവരാജ്യത്തിന് വെളിയിലായി പോകും. നിങ്ങൾ ദൈവരാജ്യത്തിന് വെളിയിലായി പോകും. പിന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ മറ്റാർക്കും സാധ്യത. അതുകൊണ്ട് ശബദം മുദ്രയേറ്റിരിക്കുന്നതായ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ഇത് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായിട്ടുള്ളതായ പ്രയത്നമായിരിക്കണം, അതിനായിട്ടുള്ള ജീവിതമായിരിക്കണം തുടർന്നുള്ളതായ ഈ അല്പകാലത്തിൽ ജീവിതം. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാമാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ യാത്ര സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട്.